അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും നല്ല ആവേശത്തിലായിരിക്കുമല്ലേ? അപ്പോ നല്ല ചായയും കടയൊക്കെ കുടിച്ച് നല്ല മാപ്പിള പാട്ടുകളൊക്കെ കേട്ട് നല്ല ആവേശത്തിലായിരിക്കുമല്ലേ? അപ്പോ നമ്മൾക്ക് അള്ളാഹുവിന്റെ അടിയങ്ങളാണ്. ആ അള്ളാഹുവിന്റെ അടിയങ്ങളായിട്ടുള്ള നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. ആ ബാധ്യതയൊക്കെ നമ്മൾ തീർക്കാറുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കി. പക്ഷേ ഇതിലൊക്കെ ഒരുപാട് 60% അല്ല 99.3% നമുക്ക് തവക്കുലില്ല എന്നാണ്. ഞാൻ വല്ലാതൊന്നും ആമുഖമായി പറയുന്നില്ല. നമുക്ക് നേരെ തവക്കിലേക്ക് കടക്കാം. എന്തുണ്ടെങ്കിലും അള്ളാഹുവിലേക്ക് ബരമേൽപ്പിച്ചോ, ഓ വിജയിച്ചു എന്നാ. അതന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഖിൽഹാ വതവക്കുൽ. നീ നിന്റെ ഒട്ടകത്തെ കിട്ടുക എന്നോ നീ നിന്റെ ഒട്ടകത്തെ കിട്ടുക, നേരെ തവക്കുലാക്ക, അള്ളാഹുവിലേക്ക് തവക്കുലാക്ക. എന്നാ ഓൻ വിജയിച്ചു. പിന്നെ ഓനക്ക് എന്താ പേടി? ഓൻ ഒട്ടകത്തെ കൊണ്ടുപോകുന്നു? ആ പേടി ഉണ്ടാവില്ല. അള്ളാഹുവിലേക്ക് ബരമേൽപ്പിച്ചു, ഓൻ വിജയിച്ചു എന്നാണ്. അത് തന്നെയാണ് ഖുർആനിൽ പറയുന്നത്. സൂറത്ത് ത്വലാഖിൽ പറയുന്നുണ്ട്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ഒരാള് അള്ളാഹുവിലേക്ക് അവന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചോ, ഓനക്ക് പിന്നെ അള്ളാഹ് മദീനെ അള്ളാഹ് മതിയായി. പിന്നെ എന്തിനാ ഓനക്ക് പേടിക്കാണ്ട്? നമ്മൾ ഒരു ഉദാഹരണം എടുക്കാം. ഒരു ഇയാസാജിന്റെ മോളെ കല്യാണം നടക്കുകയാണ്. ആ കല്യാണത്തില് ഒരു സയ്യിദാജി ചോദിച്ചു, എന്താ ആചാര്യ കാട്ടണ്? കല്യാണം നടത്തണല്ലോ, പൈസ എന്തായി ചോദിച്ചു. അപ്പോ ഇയാസാജി പറയാണ്, സെമീറാജ് ഒരു 1,00,000 തരാണ്ട്, പിന്നെ മുസ്തഫാജി ഒരു 50,000 തരാണ്ട്, പിന്നെ ഒരു ഹാമിദാജി ഒരു 2,00,000 തരാണ്ട്. ഇതൊക്കെ പിന്നെ പറയാണ്. പിന്നെ അള്ളാഹ് ഉണ്ടല്ലോ, എത്രാമത്തെ? 4-മത്തെ. ഈ 4-മത്തെ കാര്യം ഓനക്ക് എന്ത് ഉണ്ടാക്കാനാണ്? ഓൻ വിജയിക്കോ? ഇല്ല എന്നാണ് നമുക്ക് ഉറപ്പിച്ച് പറയാം. എന്നാൽ നേരെ മറിച്ച് അബ്ദുല്ലാജിന്റെ മോളെ കല്യാണമാണ്. ആദ്യം ഓൻ ചോദിച്ചു, എന്താ ആദ്യം ഈ സയ്യിദാജിനെ വേറെ ആർക്കും പോയി, ഈ അബ്ദുല്ലാജിന്റെ അടുത്ത് പോയി. അബ്ദുല്ലാജിനോട് ചോദിച്ചു, നിങ്ങളെ മോളെ കല്യാണം നടക്കല്ലേ, എന്താണ് കാട്ടണ്? അപ്പൊ അബ്ദുല്ലാജി പറയാണ്, തവക്കൽ അള്ളാഹ് ഉണ്ടല്ലോ, പിന്നെന്താ ഞാൻ പേടിക്കണ്? എന്നാ ഓ വിജയിച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ ഒറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് മാത്രമൊന്നും ഇല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷെ ചുറ്റിനും കാവൽക്കാരുണ്ടായിരുന്നു. ആ കാവൽക്കാരൊക്കെ എന്തിനു വേണ്ടി നിൽക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കാണ്. അപ്പോ അങ്ങനെ ഒരു ഘട്ടത്തിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു ആയത്തിറങ്ങുന്നത്, വല്ലാഹു യഅസിമുക മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് അങ്ങയെ സംരക്ഷിച്ചിരിക്കുന്നു എന്ന്. ഈ ആയത്തിന്റെ ഇറങ്ങലോടുകൂടെ എല്ലാരും പിരിച്ചുവിട്ടു. കാരണം എന്തേ? നബി തങ്ങൾക്ക് തവക്കുലുണ്ട്, പക്ഷെ ഒന്നുകൂടി പ്രൊട്ടക്ഷന് വേണ്ടി നിർത്തിയെന്നുള്ളൂ. ഇത് വിചാരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4-മത്തെ അള്ളാഹ് അങ്ങനൊന്നും ആവില്ല. ആദ്യം അള്ളാഹ് തന്നെയാണ്. പിന്നെയാണ് ഈ ഒന്നും പാടിയും നമ്മൾക്ക് എന്തുണ്ടാവലുണ്ട്? ഒരു പരിപാടി നടക്കാണ്. ആ പരിപാടി നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യും. പിന്നെ എന്തിനാ കോളേജ് കിട്ടിയിട്ട് ഓൻ പിന്നെയും പ്രാക്ടീസ് ചെയ്യണേ? ഓനക്ക് ഫസ്റ്റ് കിട്ടണം, അല്ലെങ്കിൽ സെക്കൻഡ് കിട്ടണം, ഓനക്ക് എന്തെങ്കിലും പ്രൈസ് വേണം എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നമ്മുടെ നബി അമ്പിയാക്കളെ എല്ലാ ചരിത്രം എടുത്തത് നോക്കിയാണ് അവർക്ക് അള്ളാഹ് മദീനാണ്. അത്രയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? വലിയൊരു തീക്കുണ്ടാരത്തിൽ ഇട്ടു. എന്നിട്ടെന്താ പറഞ്ഞേ? അവിടുന്ന് പറയാണ്, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, എനിക്ക് അള്ളാഹ് മദീന. അവിടുന്ന് പറഞ്ഞു, നമ്മൾക്ക് ഒരു ചെറിയ കാര്യം ഉണ്ടാവുമ്പോ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ. ഒരു ചെറിയൊരു കാര്യം ഉണ്ടാവുള്ളൂ, എന്നിട്ട് ഓൻ അങ്ങോട്ട് പോവാണ് ഇങ്ങോട്ട് പോവാണ്, എന്താ ചെയ്യണം ഓനക്കൊന്നും അറിയില്ല, എന്താ ചെയ്യണം കാണാൻ നമുക്കറിയാം എന്താ ചെയ്യണം. ഇതാണ് വാസ്തവത്തിൽ നടക്കുന്നത്. അപ്പൊ എന്തിനും ഏതിനും അള്ളാഹ് ഉണ്ടാവും.
മനുഷ്യന്മാരൊക്കെ നമ്മൾ തവക്കുലാക്കിയാലുണ്ടല്ലോ, മനുഷ്യന്മാർക്ക് ഒരു പരിധി വരെ പോവുള്ളൂ. ആ പരിധി കഴിഞ്ഞാൽ ഓന്റെ പാടായി അല്ലാഹ്. പിന്നെ ഓനക്ക് ഉണ്ടാവുക ആകെ അള്ളന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞ ഇയാസ് ഹാജിക്ക് മുസ്തഫാജി ഉണ്ടാവില്ല, അതേപോലെ സയ്യിദ് ഹാജി ഉണ്ടാവില്ല, ഈ പറഞ്ഞ ആരും ഉണ്ടാവില്ല, ആകെ ഒരു അള്ളാഹ് ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാല് മനുഷ്യൻ നമ്മളെ വിടും, കയ്യൊയ്യും. പക്ഷെ അള്ളാഹ് അങ്ങനെയല്ല. അള്ളാഹ് അവന്റെ അവസാനം വരെ അവനെ എങ്ങനെയെങ്കിലും ആ കാലത്ത് നിന്ന് സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തിനും ഏതിനും അള്ളാഹ് തവക്കുലാക്കിയോ ഓൻ വിജയിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.